യാ യാ ലുബ്ലു ലുപ്രു തീ തീ ഇങ്ങനെയല്ല ബൈ ബൈ പറയാ. ഇത് ഐ ലവ് യു എന്നാണ്. ബൈ ബൈ നമുക്ക് ദസ്വിധാന്യ എന്ന് പറയാം. ദസ്വിതാന്യ. ഞങ്ങൾക്ക് അവിടെ അനാറ്റമി ഒക്കെ പഠിച്ചത് ഫസ്റ്റ് ഇയറിലെ തന്നെ പ്രോപ്പർ കെഡാവേഴ്സിലാണ്. അപ്പൊ ഡോക്ടർ ഇപ്പൊ NMCയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം ഡോക്ടറുടെ യൂണിവേഴ്സിറ്റിയിലെ FMG പാസ് പെർസെൻറ്റേജ് ഒക്കെ എത്ര ഉണ്ടായിരുന്നു? ഇപ്പം എൻ്റെ ബാച്ചിലറിന് എന്താ സർജറി കണ്ട് തലയിറങ്ങി വീണ കുട്ടികളുണ്ട്. യൂണിവേഴ്സിറ്റി ഇൻ പെർട്ടിക്കുലർ പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് റഷ്യൻ MBBS? ഡിഫറൻസ് എന്നല്ല, എനിക്ക് തോന്നുന്നു അബ്രോഡ് MBBS പെർസ്യൂ ചെയ്തിട്ട് നാട്ടിലേക്ക് വരുന്നൊരു കുട്ടി, എന്നെ പോലുള്ളൊരു കുട്ടി ഫേസ് ചെയ്യുന്നൊരു മെയിൻ സംഭവമാണ് പുച്ഛം. ഡോക്ടർ, അപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം മോഡൽസും പാറ്റേൺസും ഒക്കെ എങ്ങനെയാണ്? നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുമ്പം ഒരുപാട് എഴുതാനുള്ള എക്സാംസ് ഒന്നും അവിടെ ഇല്ല, കുറവാണ്. രണ്ട് മോഡൽ എക്സാംസ് ഉള്ളത്, ഒന്ന് വൈവ, പിന്നെ ഒന്ന് കമ്പ്യൂട്ടറിൽ നമ്മൾ പോയിരുന്നിട്ട് MCQs ചെയ്യുന്നതാണ്. വൈവ അറിയാലോ, ഇവിടെ പോലെ തന്നെ അവർ ചോദിക്കും, നമ്മൾ അപ്പം ആൻസർ ചെയ്താൽ മതി. എഴുതാനുള്ള എക്സാംസ് കുറവാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് എക്സാം മോഡൽസ് വരുന്നത്. പിന്നെ നാട്ടിലെ പോലെ ഒരു സെം കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് എക്സാം അങ്ങനെയല്ല. അത് ഏകദേശം അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, നമുക്കൊരു സബ്ജക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ എക്സാം ഉണ്ടാവുന്ന ചില സബ്ജക്ട്സ് അങ്ങനെയാണ്. ഒരു സബ്ജക്റ്റ് ഒരു 7 days ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സാം ഉണ്ടാവും. അത് ഇറ്റ് ക്യാൻ ബി വൈവ ഓർ ഇറ്റ് ക്യാൻ ബി MCQ അല്ലെങ്കിൽ റൈറ്റിങ്ങും ആവാം. പിന്നെ ഉള്ളത് മേജർ സബ്ജക്ട്സിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അത് സെമിസ്റ്റർ എൻഡിലാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണേ. അതിൽ MCQ ഉണ്ടാവും, വൈവ ഉണ്ടാവും, പിന്നെ ക്ലിനിക്കൽ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ളതുണ്ടാവും. ഇങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്. ഇപ്പോൾ പ്രാക്ടിക്കലിന്റെ കേസ് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കാഡാവേഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, ഡമ്മി വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ കാഡാവേഴ്സിലാണോ അതോ ഡമ്മിയിലാണോ പഠിച്ചിരുന്നത്? ഇതൊരു ഫോറിൻ സ്റ്റുഡൻറ്റ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന്. എന്നോടും എൻ്റെ യൂണിവേഴ്സിറ്റീനെ പറ്റി എൻക്വയർ ചെയ്യുന്ന കുട്ടികളും അവരുടെ പേരൻസും ചോദിക്കുന്നതാണ്, കഡാവേഴ്സിലാണോ പഠിക്കണേ അതോ ഡമ്മിയാണോ സിമുലേറ്റേഴ്സ് ആണോ ഒക്കെ. അപ്പം ഞങ്ങൾക്കവിടെ അനാറ്റമി ഒക്കെ പഠിച്ചത് ഫസ്റ്റ് ഇയറിലെ തന്നെ പ്രോപ്പർ കെഡാവേഴ്സിലാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ജോർജിയാണെന്ന് തോന്നുന്നു, ഇല്ലീഗലാണ് അവിടെ കെഡാവേഴ്സ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ഞാൻ കേട്ടതാണ്. പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ റഷ്യയിലും എനിക്കറിയാവുന്ന യൂണിവേഴ്സിറ്റീസിലൊക്കെ കെഡാവേഴ്സിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനാറ്റമി സാർ ഹി വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ടീച്ചേഴ്സ്. അപ്പം പുള്ളി ഒരു ദിവസം നമുക്ക് കെഡാവേഴ്സിൽ പഠിക്കുന്ന ദിവസം ഗ്ലൗസൊക്കെ ആയിട്ട്, ഗ്ലൗസും മാസ്കും ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം. ഒരു ദിവസം ഐ തിങ്ക് ഐ ഫുഗോട്ട് ഗ്ലൗസാണ് മറന്നത്. വാട്ട് ഹി ഡിഡ് ഈസ് ദാറ്റ് എൻ്റെ കൈ പിടിച്ചിട്ട് കറക്റ്റ് ആ ഫോർമാലിൽ നിന്ന് എടുത്ത് വെച്ച കടാവറിൻ്റെ മേലെ അങ്ങ് എന്നെ കൊണ്ട് പുള്ളി ടച്ച് ചെയ്യിപ്പിച്ച് പുള്ളി കൈ വെച്ചേക്കുക. അപ്പം എനിക്ക് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്കൊരു പാനിക്കും ഷോക്കും ഒക്കെ ആയിട്ട് ഞാൻ മുഖം തിരിച്ച് നിൽക്കുക. അപ്പോൾ ആ സമയത്ത് ഹി വാസ് ലൈക്ക്, ഇത് ഇപ്പം ഹന്ന ഫീൽ ചെയ്യുന്നത് ഒരു ഡെക്കറേഷൻസും ഇല്ലാത്ത ഒരു ഹ്യൂമൻ ബോഡിയാണ്. അപ്പം ഹന്നയ്ക്കിപ്പം കൈവച്ചിട്ട് വെയിൻസ് ആവട്ടെ, ആർട്ടറി ആവട്ടെ, നെർവ്സ് ആവട്ടെ, അത് ഫീൽ ചെയ്ത് പഠിക്കണം. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടേ നമ്മൾ ഈ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കാര്യമുള്ളൂ. കാരണം ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ബ്ലഡ് യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസൊക്കെ ഉണ്ടെന്ന്. സോ അതിനോടൊന്നും ഒരു തരത്തിലുള്ള വിരക്തി ഉണ്ടാവില്ല, അല്ലേ? ബട്ട് ഈ കെഡാവേഴ്സ് ആദ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളവരുണ്ടാവും. ഇപ്പം എൻ്റെ ബാച്ചിലറിന് എന്താ സർജറി കണ്ട് തലയിറങ്ങി വീണ കുട്ടികളുണ്ട്, അങ്ങനെയുണ്ട്. സോ അതിനോട് യൂസ്ഡ് ആയി അതിൻ്റെ ബേസിക് ഫോമിൽ നമ്മൾ കെഡാവേഴ്സൊക്കെ വെച്ച് പഠിച്ചാൽ അങ്ങനെ പഠിക്കാനുള്ള ഭാഗ്യമാണ് എന്തായാലും എനിക്ക് കിട്ടിയത്. അപ്പം അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ കെഡാവേഴ്സ് മാത്രമല്ല, ഞങ്ങൾക്കവിടെ അനാറ്റമി ഒരു ഹോളുണ്ട്, അതിൽ സ്പെസിമെൻസ് ഉണ്ട്, ഒറിജിനൽ സ്പെസിമെൻസ് നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. പിന്നെ ഹിസ്റ്റോളജി ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒറിജിനൽ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ മെമ്മറീസ് വരെ. ഫസ്റ്റ് ഇയർ വാസ് റിയലി നൈസ്, കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ. അപ്പം ഇറ്റ്സ് ഓൾ അവൈലബിൾ. നമ്മളങ്ങനെയാണ് അവിടെ പഠിച്ചിരുന്നത്.
പണ്ടൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ വളരെ കുറച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പം എബ്രോഡ് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ റഷ്യയിൽ എത്രത്തോളം ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ സ്റ്റുഡൻസ് പുറം രാജ്യത്തോട്ട് വരുമ്പോൾ അപ്പോൾ അവിടെയുള്ള ഫോറിനേഴ്സിന് ഈ കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ബട്ട് പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഞാൻ അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ ഓഫീസിൽ ചെറിയ രീതിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ നിന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കറിയാലോ ഈ അഡ്മിഷൻസും കാര്യങ്ങളും ഈ പ്രോസസ്സ് അതെടുക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറിയാലോ. സോ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ ആ ഒരു ടൈം സ്പാനിൽ ഭയങ്കരമായിട്ട് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ഒക്കെ കൊണ്ടായിരിക്കാം അതിൽ ഇന്ത്യൻ സ്റ്റുഡൻസും പിന്നെ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസും അത്യാവശ്യം ഒരു നല്ല ഇൻകമ്മിങ് ഉണ്ടായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ. യെസ്, അങ്ങനെ. പിന്നെ ആറ്റിറ്റ്യൂഡ് അല്ലേ, ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ഫോറിൻ സ്റ്റുഡൻസിന് അത്യാവശ്യം കാര്യമാണ്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോവുക വേറൊരു സ്ഥലത്ത്, അപ്പം അവിടുത്തെ കൾച്ചറിനെയും ട്രഡീഷനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്താൽ മതിയാവും. ഈ നമ്മുടെ ഒരു ഭയങ്കര പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു നാടായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉറക്കെ സംസാരിക്കും, നമുക്ക് പബ്ലിക് ഈവൻറ്റ്സ് നമ്മൾ ഉറക്കെ നടത്തുന്നവരാണ്, നമ്മൾ നോയ്സിൻ്റെ ആൾക്കാരാണ്. ബട്ട് അവിടെ കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ട് ഒരു ട്രാഫിക്കിലൊന്നും അധികം ഹോൺ അടിക്കാത്ത എൻ്റെ സിറ്റിയുടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ഒരു സൈലൻറ്റ്, എപ്പോഴും സൈലൻ്റ് എന്നല്ല, പബ്ലിക് സ്പേസസിൽ ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ അതുതന്നെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് യാതൊരു പ്രശ്നവുമില്ല. യൂണിവേഴ്സിറ്റി ഇൻ പെർട്ടിക്കുലർ പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അതല്ലാണ്ട് ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അവരെ ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ, ആ ഒരു റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അവർക്ക്. അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡും നല്ല രീതിക്ക് തന്നെയായിരിക്കും. നമ്മൾ അവരെ കൺസിഡർ ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് നിന്നാൽ മതി. അപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ത്യയിലെ പോലെ തന്നെ ക്യാമ്പസ് ലൈഫ് ഉണ്ടായിരുന്നു എന്ന്. മിക്ക കുട്ടികൾക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, ക്യാമ്പസ് ലൈഫ് കിട്ടുമോ, ഇപ്പോൾ ലൈക്ക് അബ്രോഡൊക്കെ പോയി പഠിക്കുമ്പോൾ എത്രത്തോളം നമുക്ക് നമ്മുടെ ഒരു ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും പറയാം? ഞാനിതിനെ രണ്ടായിട്ട് ആൻസർ ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒന്ന് എഡ്യൂക്കേഷൻ സൈഡ് വെച്ചിട്ടും ഒന്ന് നമ്മുടെ കൾച്ചറൽ ട്രഡീഷണൽ സൈഡ് വെച്ചിട്ടും പറയാം. എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വന്ന മെഡിക്കൽ കോളേജിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഒരേ ബിൽഡിങ്ങിൽ തന്നെയല്ല ക്ലാസ് വരുന്നത്. ഞാൻ നേരത്തെ സ്പെസിഫൈ ചെയ്തു എന്ന് തോന്നുന്നു, ഒരു 6 കിലോമീറ്റേഴ്സിലാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് വരുന്നത് സെറാൻസ്കിലെ. അപ്പം ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ ഒഫ്താൽമോളജി ആണെങ്കിൽ നമ്മുടെ ഒഫ്താൽമോളജി ഹോസ്പിറ്റലിലാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക. പിന്നെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പം കാർഡിയോളജി ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലായിരിക്കും, പീഡിയാട്രിക്സ് ആണെങ്കിൽ പീഡിയാട്രിക്സിൻ്റെ ഹോസ്പിറ്റലിലായിരിക്കും. സോ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒരുമിച്ച് നടക്കുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് ലെക്ചേഴ്സാണ്. ലെക്ചേഴ്സ് വരുന്നത് നമ്മുടെ മെയിൻ ബിൽഡിങ്ങിൽ. സോ ഇതാണ് നമ്മുടെ ഒരു ക്യാമ്പസ് ഫെസിലിറ്റീസ് എന്ന് പറയാനുള്ളത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ. ഇനി കൾച്ചറൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇതും നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളും കോമ്പറ്റീഷൻസും ഉണ്ട്. എനിക്കതിൽ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ റഷ്യയിലെ യൂത്ത് ഫെസ്റ്റിവലാണ്. എന്ന് വെച്ചാൽ റഷ്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിനും വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, റഷ്യൻ യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മൾ സ്തുദ്വെസ്ന എന്നാണ് പറയുക. അപ്പം ഫോർച്ചുനേറ്റ്ലി 2024 മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത്, മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് അത് നമ്മുടെ യൂണിവേഴ്സിറ്റി സെലക്റ്റായി ഞങ്ങളൊരു 3 പേർക്ക് ഈ സ്തുദ്വെസ്നയിൽ എന്ന് വെച്ചാൽ ഓൾ റഷ്യൻ ആണ് കേട്ടോ, ഓൾ റഷ്യൻ കോളേജസിൻ്റെ ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒരു ചെറിയ പ്രൈസ് വിൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ, അഞ്ജന, പിന്നെ വൈഷ്ണവി, ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്തത് ഞങ്ങളുടെ കൾച്ചറൽ ഹെഡാണ്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ കൾച്ചറൽ സൈഡിലെ കോളേജിൻ്റെ ഹെഡ് തന്നെയായിട്ടുള്ള ഒരു മാമാണ്. അവരോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ, ഭയങ്കര റെസ്പെക്റ്റും സ്നേഹമൊക്കെയാണ്. കാരണം അവർക്ക് അത്രയും ഇഷ്ടമാണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ, ഫോറിൻ സ്റ്റുഡൻസിനെയൊക്കെ. നമുക്ക് അവിടെ ഇയർലി കൾച്ചറൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റ് നടക്കും. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവരുടെ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ കൾച്ചറൽസ് നമുക്ക് ചെയ്യാം.
പിന്നെ ഹിപ്പോക്രേറ്റിക് കൺസേർട്ട് നടക്കും. അത് നമ്മുടെ മെഡിക്കൽ കോളേജിന് മാത്രമായിട്ടുള്ളതാണ്. അങ്ങനെ ലോയുടെ സ്ഥലത്ത് കോളേജിലെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് വേറെ ഫെസ്റ്റ്. അങ്ങനെ എല്ലാ ഫീൽഡിലെ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റീവ് ഫെസ്റ്റും ഉണ്ടാവും, ഒരുമിച്ചിട്ടുള്ളൊരു ഫെസ്റ്റും ഉണ്ടാവും. അതുകൂടാതെ പിന്നെ എപ്പോഴും റഷ്യൻസിൻ്റെ തന്നെ ഇപ്പം ഈ കോൺസേർട്ട് ആവട്ടെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്യാമ്പസ് ലൈഫിന് എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ബട്ട് ഫസ്റ്റ് ഇയറിൽ അവിടെ ചെന്നൊരു നെക്സ്റ്റ് മന്ത് തന്നെ ആ ടെൻഷൻ മാറി കിട്ടിയിരുന്നു. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? അപ്പോൾ നമ്മളൊരു ഫോറിൻ രാജ്യത്ത് പോയി പഠിക്കുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ്, അല്ലേ, ഉണ്ടാവും. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് വിൻ്റർ പീക്ക് ടൈം ആകുമ്പം ആദ്യം മഞ്ഞൊക്കെ വീഴുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ വിൻ്ററിൻ്റെ ഒരു പീക്ക് ടൈം ആകുമ്പം ക്ലാസ്സിൽ പോലും കുറച്ച് ഒരു ബൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മെല്ലെ ശ്രദ്ധിച്ച് നടന്നു പോകുന്നത് ഫണ്ണിയാണ്. നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാം. പക്ഷേ ചില സമയത്തൊക്കെ തണുപ്പ് കൂടുമ്പോൾ അതിൻ്റേതായ ഡിസ്കംഫേർട്ട് ഉണ്ടാവലുണ്ട്. ബട്ട് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലും പിന്നെ നമ്മുടെ സ്റ്റേ ഒക്കെ വാമർ ആയിരിക്കുമല്ലോ, നമ്മൾ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രശ്നമില്ല. ബട്ട് ഈ ട്രാവല് പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാവുന്നൊരു സമയമുണ്ട്. പിന്നെ ഒരുപാട് വിൻ്റർ നന്നായി ടെമ്പറേച്ചർ താഴത്തേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഹോളിഡേയ്സ് ആയിരിക്കും. അതൊരു ഉത്സവമായിരിക്കും ഹോസ്റ്റൽസിൻ്റെ ഉള്ളിലൊക്കെ. അങ്ങനെ പിന്നെ ഇതാണ് ഒരു കാര്യം. ബട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം നാട്ടിലെ തണുപ്പ് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. വിൻ്റർ ചെറുതായിട്ട് മിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. നമ്മളവിടെ ചെല്ലുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഹോസ്റ്റലിൽ ഇന്ത്യൻ ഫുഡാണ്. അപ്പം കോമൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഒന്നെങ്കിൽ സെക്കൻഡ് ഇയർ മുതൽ കുക്ക് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കേരള മെസ്സ് വരുന്നുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പം ഇതാണ് ഈ ഫുഡും പിന്നെ ഈ ക്ലൈമറ്റും. പിന്നെ അറ്റൻഡൻസ് ഇതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല. ബട്ട് ഞാൻ പറയാം, ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി ആണെന്ന് വെച്ചിട്ട് അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. അറ്റൻഡൻസ് ഇല്ല എങ്കിൽ അവർ പിടിക്കും, അതെന്തായാലും പിടിച്ചിരിക്കും. അത് ഞാൻ പുതിയതായിട്ട് ചെല്ലുന്ന കുട്ടികളോടും ജൂനിയേഴ്സിനോടും ഒക്കെ പറയുന്നതാണ്, ദയവ് ചെയ്ത് ക്ലാസ് കട്ട് ചെയ്യരുത്. കാരണം അവർ പിടിക്കും അറ്റൻഡൻസ് ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും അതുപോലെ തന്നെ അവരുടെ പേരൻസിനോടൊക്കെ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് കൺസേൺസ് ഉണ്ടാവും നമ്മൾ പുറത്ത് പഠിക്കാൻ പോകുമ്പം, അല്ലേ? അപ്പം ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാമെന്ന്, അതും എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഒരു 2023 മുതലൊക്കെ ഒരുപാട് സ്റ്റഡി അബ്രോഡ്സ് ഒക്കെ വരുന്ന കാരണം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ട് ക്യാൻവാസ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. എനിക്ക് പറയാനുള്ളത് ചൂസ് വൈസ്ലി എന്നാണ്. എല്ലാവരോടും കോമൺ ആയിട്ട് പറയാനുള്ളത് വളരെ വൈസായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കൺസൾട്ടൻസി ആവട്ടെ, പിന്നെ നമ്മൾ സംസാരിക്കുന്ന ആളുകളാവട്ടെ, അവരോടൊക്കെ ഇതിനെ പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ചോദിച്ച് മനസ്സിലാക്കി അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് നമ്മൾ സംസാരിച്ച് അങ്ങനെ ഒന്ന് നന്നായി എഡ്യൂക്കേറ്റ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗൈഡ് ലൈൻസ് ഇല്ലേ, NMCയുടെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നതാണോ, നമുക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കെന്തായാലും അങ്ങനൊരു പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. ഇതിപ്പം എല്ലാവരും പറയും ഇതിങ്ങനെ വെറുതെ പറയുന്നല്ലേ, അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. ഇതിപ്പം കുട്ടികളെ കിട്ടാൻ പറയുന്നല്ലേ, വെറുതെ പറയുന്നല്ലേ എന്നൊക്കെ പറയും. ബട്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആരും അങ്ങനെ ഒരു വലിയ രീതിക്ക് ഒരു നെഗറ്റീവ് ഒന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ല. പിന്നെ കയ്യിലിരിപ്പാണല്ലോ മെയിൻ. നല്ല കയ്യിലിരിപ്പുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഇറങ്ങാം. അപ്പം പേരൻസിനോടും അത് തന്നെയേ പറയാനുള്ളൂ. അവർ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പം നന്നായി നോക്കി റിസർച്ച് ചെയ്ത് ഇങ്ങനെയുള്ള നല്ല യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ എവിടെയാണെങ്കിലും, ഇപ്പോൾ റഷ്യ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ജോർജിയ, ഉസ്ബെക്ക് ഒക്കെ ഇപ്പം കയറി വരുന്ന കൺട്രീസ് ആണല്ലോ. അവിടെ ആണെങ്കിലും നല്ല റിസർച്ച് ചെയ്ത് പോയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ NMCയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം ഡോക്ടറുടെ യൂണിവേഴ്സിറ്റിയിലെ FMG പാസ് പെർസെൻറ്റേജ് ഒക്കെ എത്ര ഉണ്ടായിരുന്നു? എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കഴിയാൻ നേരത്തെ എടുത്തതാണ്, 6th ഇയർ കഴിഞ്ഞ് പോരാൻ നേരത്തെ എല്ലാവരും നിന്നെടുത്തതാണ്. മല്ലൂസ് മാത്രമുള്ള ഫോട്ടോ ആണ്. അപ്പോൾ അതിലൊരു 26 to 28 പേരുള്ളത്. അതിൽ ഏകദേശം 24+ ആൾക്കാർ പാസ്സായിട്ടുണ്ട്. അപ്പം അതപ്പോൾ ഫോട്ടോ ഇടയ്ക്ക് കാണുമ്പം ഞങ്ങൾ ഇത്രയും പേര് ഞാനിങ്ങനെ പാസ് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ആസ് ഓഫ് നൗ
പ്രീവിയസ് ഇയർ റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു. എനിക്ക് പ്രോപ്പർ നമ്പർ അറിയില്ല, 60% പ്ലസ്, ഓൾമോസ്റ്റ് 70% ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല പാസ് പെർസെൻറ്റേജ് തന്നെയുണ്ട്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തവരാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഒരുപാട് ഡോക്ടറുടെ റഷ്യൻ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡോക്ടർക്കായിട്ടൊരു റാപ്പിഡ് ഫയർ ഒരുക്കിയിട്ടുണ്ട്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പം ഡോക്ടറുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് സബ്ജക്റ്റ് ആൻഡ് ടീച്ചർ? 2 സബ്ജക്ട്സും ടീച്ചേഴ്സും പറയാം. ഒന്ന് ഫാർമക്കോളജിയാണ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തും പേടിച്ചും പഠിച്ചത് ഫാർമക്കോളജിയാണ്. എനിക്ക് അതിൻ്റെ ടീച്ചറേയും ഇഷ്ടമാണ്. സിപ്രോ എന്നാണ് പുള്ളിയുടെ പേര്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന കുട്ടികൾക്ക് എന്തായാലും അവിടെ പോകുമ്പം സിപ്രോ ഫസ്റ്റ് ഇയറിലേ കേട്ട് തുടങ്ങുന്ന ഒരു പേരാണ്, തേർഡ് ഇയറിലെ സിപ്രോ എന്നുള്ളത്. സോ ഹീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. പിന്നെ ഉള്ളത് 4th ഇയറിൽ നമുക്ക് ഫാക്കൽറ്റി തെറാപ്പി പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ കുസ്മ ഫാദി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസറുണ്ട്. ഹീ വാസ് ഓൾസോ മൈ ഫേവറേറ്റ്. ഇങ്ങനെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഭയങ്കര നമ്മളോട് നമ്മൾ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ എന്ന് പറയുന്നില്ല, അങ്ങനെ. ഓക്കെ, അടുത്തത് ഫേവറേറ്റ് മെമ്മറി? വിന്നിങ് മിസ് ക്യാമ്പസ് 2023. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഫുൾ യൂണിവേഴ്സിറ്റി ആയിട്ട് എല്ലാ വർഷവും ഒരു മിസ് ക്യാമ്പസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫോറിനേഴ്സിനെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൽ വെൽക്കം ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസും ഭാഗ്യമൊക്കെ കിട്ടി. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഞാനായിരുന്നു ആ വർഷത്തെ മിസ് ക്യാമ്പസ് വിന്നർ. അത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു മെമ്മറിയാണ്. കാരണം എൻ്റെ അടുത്ത് എന്നിട്ട് അവർ പറഞ്ഞിരുന്നു, ആദ്യമായിട്ടാണ് ഒരു ഫോറിനർ ഇതിൽ ഫോറിനർ ഐ ഡോണ്ട് നോ വിൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് അവർ പറഞ്ഞിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റില്ല, ആ ഒരു പ്രിപ്പറേഷനും ആ ഒരു മെമ്മറി. ഓക്കെ, അടുത്തത് ഫേവറേറ്റ് പ്ലേസ് വിസിറ്റഡ്? ദിവ്നോമോർസ്ക്, ബ്ലാക്ക് സീ വിസിറ്റ് ചെയ്താണ്. എൻ്റെ യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ഈ മിസ് ക്യാമ്പസ് കിട്ടിയല്ലോ, അപ്പോൾ ആ കോമ്പറ്റീഷന് വിൻ ചെയ്തത് കൊണ്ടാണ് എനിക്കങ്ങനെ ദിവ്നോമോർസ്കിൽ പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അങ്ങനെ പോയിരുന്നു. ബ്ലാക്ക് സീ, അന്ന് അവിടെ സീ ഡൈവ് ചെയ്തിരുന്നു. അതാണ് ഫേവറേറ്റ് മെമ്മറി. ഓക്കെ, ഹാർഡസ്റ്റ് എക്സാം അറ്റൻഡഡ്? 2 ഉണ്ട്. ഒന്ന് പീഡിയാട്രിക്സ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് FMGക്ക് ഇരുന്നപ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് മനസ്സിലായത്. സോ ഒന്ന് പീഡിയാട്രിക്സ് ആണ്. എനിക്ക് ലൈക്ക് ഐ വുഡ് റിയലി ലൈക്ക് ടു താങ്ക് ഈച്ച് ആൻഡ് എവ്രി വൺ, പീഡിയാട്രിക്സ് എടുത്ത എല്ലാവരെയും. അതിവിടെ വന്ന് FMG പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. സോ പീഡിയാട്രിക്സ് ആൻഡ് ദെൻ ഫോറൻസിക്സ്, ഇത് 2 ആയിരുന്നു. ഓക്കെ, ഫേവറേറ്റ് പ്ലേസ് ഇൻ യൂണിവേഴ്സിറ്റി? അതും 2 പ്ലേസ് ഉണ്ട്. ഒന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ്. നമുക്ക് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ലൈബ്രറി ഉണ്ട് വിത്ത് വൈഫൈ. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ സിസ്റ്റംസ് ഉണ്ട്, അവിടെ നമുക്ക് നിന്നിരുന്ന് പഠിക്കാം. അതാണ് ഒന്ന്. പിന്നെ 2 എനിക്ക് എൻ്റെ കൾച്ചറൽ സെൻറ്റർ പിന്നെ DKA ബിൽഡിംഗ് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, അങ്ങനെ. ഓക്കെ, അടുത്തത് ഫേവറേറ്റ് റഷ്യൻ ഫുഡ്? ഫസ്റ്റ് ഇയറിൽ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്. റഷ്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ തന്നെ അത്യാവശ്യം പ്രശ്നമുണ്ടായിരുന്നു. ബട്ട് ലേറ്റർ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് വന്നപ്പം ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡുണ്ട്. അതിൽ ഞാൻ പേഴ്സണലി ഞാൻ കുക്ക് ചെയ്യുന്നൊരു ഐറ്റം ഉണ്ട്, സീർണിക്കി എന്ന് പറയും. അതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചീസ് കേക്ക് പോലെ ഒരു ഐറ്റമാണ്. അത് ഞാൻ കുക്ക് ചെയ്യലുണ്ടായിരുന്നു ഇടയ്ക്ക്. ദാറ്റ്സ് മൈ ഫേവറേറ്റ് ഫുഡ്. ഓക്കെ, ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ്? അയ്യോ, പബ്ലിക് ഹെൽത്ത്. ഇവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് PSM ആണ് കുറച്ച് പഠിക്കാൻ മടുപ്പുള്ള സബ്ജക്റ്റ് എന്ന്. ഇവിടുത്തെ PSM ആണ് അവിടുത്തെ പബ്ലിക് ഹെൽത്ത്. അപ്പോൾ അത് കാൽക്കുലേഷനും ഓൾറെഡി മാത്സിൽ വീക്കായവരാണല്ലോ ഞങ്ങൾ, അങ്ങനെയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് അത് എക്സാമും കുറച്ച് ടഫായിരുന്നു. അപ്പം എനിക്ക് പേഴ്സണലി പബ്ലിക് ഹെൽത്ത് വലിയ താല്പര്യമില്ല. ഓക്കെ, ഫേവറേറ്റ് മെമ്മറി വിത്ത് ഫ്രണ്ട്സ്? അങ്ങനെ വിഷയം ഒരുപാടുണ്ട്. നമ്മൾ 6 വർഷം അവിടെ നിൽക്കുന്നല്ലേ. ആദ്യത്തെ വർഷം ഉണ്ടാവുന്ന ഫ്രണ്ട്സ് അല്ല, പകുതിയാവുമ്പം ആ ഫ്രണ്ട്സ് ആയിരിക്കില്ല എൻ്റെ ആവുമ്പം ഉണ്ടാവും കേട്ടോ, അങ്ങനെ ഉള്ളവരും ഉണ്ടാവും. ഫേവറേറ്റ് മെമ്മറി വിത്ത് ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒരു മെമ്മറി ആയിട്ട്
പറയാനുള്ളതില്ല. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പെട്ടെന്ന് ഇപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മെമ്മറി എന്തായിരിക്കും? അതെന്ന് വെച്ചാൽ എൻ്റെ സീനിയർ ഉണ്ട് അവിടെ, ഗാന. ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം ഗാനയുടെ ഫ്ലാറ്റിൽ ഞങ്ങളെല്ലാവരും കൂടെ ഈ ഫെസ്റ്റിവൽസിനൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ടൈമുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ഗ്യാങ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പം ഗാനയുടെ ഫ്ലാറ്റായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ അധോലോകം. അപ്പം അവിടെ കൂടുന്ന എല്ലാ ദിവസവും മെമ്മറീസാണ്. അത് അവിടെ കൂടിയിരുന്ന എല്ലാ ദിവസങ്ങളും ഓരോരോ മെമ്മറീസാണ്. അതൊക്കെ ഫേവറേറ്റ് മെമ്മറിയാണ്. ഓക്കെ, വാട്ട് ഡു യു മിസ് ദ മോസ്റ്റ്? പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ വെതർ എന്ന് പറയും. അത് ഞാൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞതാണ്. ബട്ട് സ്നോ വല്ലാണ്ട് മിസ് ചെയ്യുന്ന പോലെയുണ്ട്. പിന്നെ മൈ യൂണിവേഴ്സിറ്റി ആസ് എ ഹോൾ, എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഇടയ്ക്ക് മിസ് ചെയ്യും. അപ്പം നമ്മൾ ഫ്രണ്ട്സായിട്ട് വിളിച്ച് സംസാരിക്കുമ്പം പറയുന്ന അയ്യോ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പോകണം അല്ലേ, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ആരുടെയെങ്കിലും ഗ്രാജുവേഷന് പോവാം. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് മിസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. ഓക്കെ, ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് റഷ്യൻ MBBS? ഡിഫറൻസ് എന്നല്ല, എനിക്ക് തോന്നുന്നു അബ്രോഡ് MBBS പെർസ്യൂ ചെയ്തിട്ട് നാട്ടിലേക്ക് വരുന്നൊരു കുട്ടി, എന്നെ പോലുള്ളൊരു കുട്ടി ഫേസ് ചെയ്യുന്നൊരു മെയിൻ സംഭവമാണ് പുച്ഛം. ഈ മെഡിസിൻ അബ്രോഡ് പഠിച്ചു എന്ന് പറയുമ്പോഴേക്കും ഒരു പുച്ഛം ഫേസ് നമുക്ക് പലപ്പോഴായിട്ട് നമുക്കത് കാണാൻ പറ്റും. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഇവരെല്ലാവരും FMG എന്ന് എഴുതട്ടെ. കാരണം 19 സബ്ജക്റ്റും ഒരു കഷ്ടിച്ച് നമുക്കൊരു 5-6 മാസമാണ്. ഈ ഫോറിൻ സ്റ്റുഡൻസ് എഴുതുന്ന പോലെ എല്ലാവരും ഇപ്പം നെക്സ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കഷനിലാണ്, നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ബട്ട് ഞാൻ പറയാം, നമുക്ക് ഇന്ത്യയെ കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റ് പഠിക്കാൻ പറ്റുന്ന, അത്യാവശ്യം നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വന്നവരോടാണ് ഈ പുച്ഛം. ഈ പുച്ഛം ചിലപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. ബട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിൽ തന്നെ തിയറി അത്ര സ്ട്രോങ് അല്ലാത്ത ഡോക്ടേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ ഇതാണ് ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫീലിങ്ങിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അതാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ട് മൊർഡോവിയ ചൂസ് ചെയ്യണം? വൈ മൊർദോവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിലിപ്പം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, ഒന്ന് നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്, യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. അതാണല്ലോ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട്, പേരൻസും കുട്ടികളൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് അത് എഡ്യൂക്കേഷൻ ആണല്ലോ. അതിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കഡാവേഴ്സിൻ്റെ അവൈലബിലിറ്റി, സ്പെസിമെൻസ്, നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ്, അതെല്ലാം പ്രാക്ടിക്കൽ ക്ലിനിക്കൽ എക്സ്പോഷർ, അതൊക്കെ തന്നെയായിരിക്കും വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കൾച്ചറൽ സൈഡ്, സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം ഫുട്ബോൾ, ക്രിക്കറ്റ് പോലെയുള്ള ടൂർണമെൻറ്റ്സ്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു യൂണി ആയതുകൊണ്ടും, എനിക്കവിടെ പേഴ്സണലി 6 years പഠിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും, അതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ പറയാട്ടോ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് അവരുടെ സിബ്ലിങ്സിനെ കൊണ്ടുവരുന്ന യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ. ഇപ്പം പ്രസൻ്റ്ലി അവിടെ ഒരുപാട് സിബ്ലിങ്സ് പഠിക്കുന്നവരുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇതൊരു വലിയ എക്സാമ്പിളാണല്ലോ. നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അനിയനോ അനിയത്തിയനോ നമ്മൾ കൊണ്ടുവരില്ലല്ലോ. സോ അത് തന്നെ ഇതിനൊരു വലിയ എക്സാമ്പിളാണ്. സോ ഇതാണ്, ദിസ് ഇസ് വൈ മൊർദോവിയ, അതാ പറയാനുള്ളത്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ നമുക്ക് ഒരുപാട് റഷ്യൻ വിശേഷങ്ങൾ നമുക്കിപ്പോൾ ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ റഷ്യയിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് റഷ്യൻ ഭാഷയിൽ തന്നെ നമുക്കൊരു ബൈ പറയാൻ നമുക്ക് നമ്മുടെ ഒരു കോൺവെർസേഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾ റൈറ്റ്, ഞാൻ പറയാം, മെഹർ റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ. യാ ലുബ്ലു തീ ഇങ്ങനെയല്ല ബൈ പറയാം, ഇത് ഐ ലവ് യു എന്നാണ്. ബൈ നമുക്ക് ദസ്വിദാനിയ എന്ന് പറയാം. ദസ്വിദാനിയ.